പ്രജിത, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ ഒരു വശത്തും പിന്നെ ഇസ്രായേൽ അമേരിക്ക മറ്റൊരു വശത്തുമായിട്ട് യുദ്ധം തുടങ്ങിയതിന് ശേഷം ജിയോ പൊളിറ്റിക്കൽ സീൻ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ തമ്മിലാണ് യുദ്ധം എന്ന് അറിയാൻ പാടില്ല ഇപ്പോൾ ആ സിറ്റുവേഷനിലായി. പക്ഷെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാം സ്ഥിരം ഒരു ചാനൽ, സ്ഥിരം ഒരു വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നമ്മളൊരു വലിയ പ്രതിസന്ധിയിലാണ് ഇന്ത്യ. എണ്ണ പ്രതിസന്ധി, ഇന്ധന പ്രതിസന്ധി, വിദേശ നാണ്യത്തിൽ വലിയ പ്രതിസന്ധി വരാൻ പോവുകയാണ്, നമ്മുടെയൊക്കെ ജീവിതം ഭയങ്കര കഷ്ടത്തിലാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഒരു വാർത്ത സ്ഥിരമായിട്ട് വരുന്നുണ്ട് യുദ്ധം തുടങ്ങി അന്ന് തൊട്ട്. ഇത് പ്രജിത ഇതിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതല്ലേ? പഠനം നടത്തിയതല്ല സാർ, അത് ഓഫ് റെക്കോർഡ് ഞാൻ സാറിനോട് പറഞ്ഞ കാര്യമാണ്. അതായത് റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടിരുന്നു. അത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് നമ്മൾക്ക് സാധാരണ ഇത്ര ദിവസത്തേക്കൊരു റിസർവ് ഉണ്ടാവും ഒരു രാജ്യത്തിന്. ആ റിസർവിനേക്കാൾ കൂടുതൽ നമുക്ക് കരുതൽ ശേഖരം ഈ ഓയിലിന്റെ കാര്യത്തിൽ ഉണ്ട് എന്നായിരുന്നു ആ റിപ്പോർട്ട് ഞാൻ വായിച്ചത്. അതപ്പോൾ ഞാൻ അന്ന് ഇരിക്കുന്ന സ്ഥാപനത്തിൽ വെച്ചിട്ട് ഞാനത് വാർത്ത ചെയ്യുകയും ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. സാർ എന്നോട് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്. സാർ, ഈ ഓയിലിന്റെ ക്രൈസിസ് ഇപ്പോൾ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ അത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഓർത്തു, ഇങ്ങനെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഒരു ക്രൈസിസിനുള്ള സാധ്യത ഉണ്ടോ ഇപ്പോൾ? ഞാൻ വായിച്ച ആ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ അത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഞാനിത് ചോദിക്കാനുള്ള കാരണം, ഇന്നലെ ആണോ മിനിങ്ങാന്നൊറ്റാണോ നമ്മുടെ പെട്രോളിയം രാസവസ്തു മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് 25 ദിവസത്തെ ക്രൂഡ് ഓയിലിനുള്ള ശേഖരമുണ്ട്. ഇപ്പോൾ സാധാരണ ശേഖരത്തിൽ നിന്നും കൂടുതലായിട്ട് 25 ദിവസം ആവശ്യമുള്ള 25 ദിവസത്തേക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ ശേഖരമുണ്ട് ഇന്ത്യയുടെ കയ്യിൽ. അത് കൂടാതെ 25 ദിവസം ഓടിക്കാവുന്ന തരത്തിൽ രാജ്യത്തിനെ നയിക്കാവുന്ന തരത്തിലുള്ള പെട്രോൾ, ഡീസൽ ഇതിൻ്റെ ശേഖരമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രതിസന്ധി അടുത്തെങ്ങും വരാൻ സാധ്യതയില്ല എന്നാണ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞത്. അപ്പോൾ ഹർദീപ് സിംഗ് പുരിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ഒരു വിഖ്യാതനായ ഒരു നയതന്ത്രജ്ഞനാണ്. ഈ വക കാര്യങ്ങൾ താൻ ഏറ്റെടുക്കുന്ന ജോലിയിൽ വളരെയധികം സത്യസന്ധത പുലർത്തുന്ന വ്യക്തിയാണ്. പലപ്പോഴും ഈ ഒരു വിവാദ തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനൊന്നും പോവാതെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിരിക്കണം അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത് എണ്ണയുടെ വില കൂടും, നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടും, സ്വർണത്തിൻ്റെ വില കൂടും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇത് ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ആരോപണം അല്ലെങ്കിൽ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒരു പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, യുദ്ധമോ അതല്ലെങ്കിൽ ഒരു മഹാമാരിയോ പടർന്ന് പിടിച്ചാൽ എല്ലാം തകർന്നു എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കാനായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ, നെഗറ്റീവ് വാർത്ത പ്രചരിപ്പിക്കാനായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രജിത കണ്ടിട്ടുണ്ടാവും കോവിഡിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു പരത്തിയിരുന്നത്. ഒരു 140 കോടി ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് ഏതാണ്ട് ഒരു 75 കോടിയെങ്കിലും കോവിഡ് ബാധിതരാവുന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ശരിയാണ്. കാരണം കോവിഡ് ബാധിച്ച് മരിച്ച ഏറ്റവും കൂടുതൽ ആൾക്കാർ കേരളത്തിലാണ്. ആ കണക്ക് മറച്ചു വച്ചിരുന്നു പൊതുജനങ്ങളിൽ നിന്ന്. അവസാനം ഇത് ജനങ്ങൾ അറിയുക തന്നെ ചെയ്തു. കോവിഡ് നേരിടുന്നതിൽ കേരള സർക്കാർ
ഒരു പരാജയമായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് ഇത് ചോദിച്ചത്. സർ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഞാൻ അന്ന് ചെയ്ത വാർത്ത അങ്ങനെയായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഹർദീപ് സിംഗ് പുരി പറഞ്ഞതും നമുക്ക് നിലവിലുള്ള ശേഖരത്തേക്കാൾ അഡീഷണൽ ഒരു 25 ദിവസത്തേക്ക് കൂടി ഉണ്ട് എന്നാണല്ലോ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു യുദ്ധമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, പാനിക് ആവേണ്ട ആവശ്യമില്ല, പക്ഷേ നമുക്ക് ഇത്രത്തോളം കരുതൽ ശേഖരമുണ്ട് എന്നുള്ളൊരു വാർത്ത കൊടുക്കുന്നത് ഒരു മാന്യതയാണ്. ഇത് പക്ഷേ അങ്ങനെയല്ലല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ ഒന്നടങ്കം, സാറ് പറയുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിലും പെട്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് ജനങ്ങളെ പാനിക്കാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെ, ജനങ്ങളെ പാനിക്കാക്കുക മാത്രമല്ല, ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ സംശയം, അതിലൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നു 25 ദിവസത്തേക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നു. പ്രത്യേകിച്ച് നമുക്ക് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് എണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഇത് ഒരു കൺസർവേറ്റീവ് കണക്കാണ് അദ്ദേഹം പറയുന്നത്, 25 ദിവസം. ഞാൻ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ, പ്രജിത പറഞ്ഞ കാര്യവും ഇതും കൂടി കൂട്ടി വായിക്കുമ്പോൾ 25 ദിവസമൊന്നും അല്ല, 1-2 മാസത്തേക്കുള്ള എണ്ണ ശേഖരം ഭാരതത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ധാന്യം നമ്മൾ ശേഖരിക്കാനുണ്ട് FCIയിൽ. അതേപോലെ തന്നെ ഒരുമാതിരി പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു വകുപ്പാണ്, ഒരു വിഭാഗമാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അവരുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് ധാന്യം. അതേപോലെ തന്നെ നമുക്ക് പെട്രോളിയം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്, നമ്മൾ പെട്രോളിയം സ്റ്റോർ ചെയ്തിട്ടുമുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കണക്കാണ് ഈ പറഞ്ഞ 25 ദിവസത്തെ ശേഖരം എന്ന് പറയുന്നത്. സ്വകാര്യ കമ്പനികൾ വേറെ ഉണ്ട്, ഇപ്പം റിലയൻസ് ഉണ്ട്, അദാനി ഉണ്ട്, അങ്ങനെയുള്ളവരുടെയൊക്കെ കയ്യിൽ എണ്ണ ശേഖരം അവർ റഷ്യയിൽ നിന്നൊക്കെ മറ്റേ അവരാണ് മേടിക്കണ എണ്ണ. ഇന്ത്യ ഗവൺമെൻറ് മേടിക്കണേക്കാളും വളരെ കൂടുതലാണ് അദ്വാനി അംബാനിയൊക്കെ ഇറക്കുമതി ചെയ്യുന്നത്. റിലയൻസ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായ കണക്കുകൾ ഉണ്ടാകും. അതെ, തീർച്ചയായിട്ടും. ആ കണക്കുകളെ വിശ്വസിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന ഒരു കാര്യം. പിന്നെ എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇതുവരെ റഷ്യയിൽ നിന്ന് ചീപ്പ് റേറ്റിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഓയിലെല്ലാം. അപ്പോൾ അത് മുഴുവനും നമ്മൾ ഏറ്റവും അധികം വാങ്ങി വിൽപ്പനയും നടത്തിയിരുന്നു നമ്മുടെ ഭാരതം. അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് US പോലും നമ്മളോട് കെറിവ് വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിനെ ഹെഡ് ചെയ്യാതെ, അത് നോക്കാതെ ഇങ്ങനെ ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് പോകുന്നത്? അതൊരു ചിന്തിക്കേണ്ട വസ്തുതയല്ലേ? അതില് ഒറ്റ മറുപടിയേ ഉള്ളൂ, നരേന്ദ്രമോദിയോടുള്ള വെറുപ്പ്, നരേന്ദ്രമോദിയോടുള്ള എന്താ പറയുക, വിരോധം കാണിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു അവർ. ഈ ഏതെങ്കിലും നല്ല വാർത്ത കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വശത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തതായിട്ട് പ്രജിത കണ്ടിട്ടുണ്ടോ? ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഈ ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്കനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും കാനഡയിലെയും മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന സംവിധാനമാണത്. ഏതെങ്കിലും മലയാള പത്രങ്ങളിൽ, ഏതെങ്കിലും മലയാളം ചാനലുകളിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വാർത്തയോ ഇത് വന്നിട്ടുണ്ടോ? കേരളത്തിൽ ഇപ്പോഴും ആയുഷ്മാൻ ഭാരത് സ്കീം നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചെന്നൈയിലുള്ളൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, അദ്ദേഹത്തിൻ്റെ അമ്മയെ അവിടെയുള്ള രാജീവ് ഗാന്ധി ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, സ്ട്രോക്ക് വന്നിട്ട്. അദ്ദേഹം പറയുകയാണ്, ഒരൊറ്റ പൈസ പോലും എനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അമ്മയ്ക്ക് ഒരു വാർഡ് അവിടെ ഹോസ്പിറ്റലിൽ റൂം കൊടുത്തിട്ടുണ്ട്, മരുന്ന് ഫ്രീ, 3 നേരം ഭക്ഷണം ഫ്രീ, മറ്റ് ചികിത്സയും ഫ്രീ, ഞങ്ങൾക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡോക്ടർമാർ വന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നടക്കുന്നത് ഒരു പബ്ലിക് ഹോസ്പിറ്റലിലാണെന്ന് ഓർക്കണം, നോട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ചെന്നൈ സെൻട്രലിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്, ജനറൽ ഹോസ്പിറ്റലിലാണ് ഇത് നടക്കുന്നത്. ഈ സ്കീം ഇവിടെ നമുക്ക് ഉണ്ടോ, ലഭ്യമുണ്ടോ? ഇവിടെ രോഗികളുടെ വയറ്റിനകത്ത് പഞ്ഞിയും കുത്തിക്കയറ്റി വെച്ച്, മറ്റേ കത്രികയും കുത്തിക്കയറ്റി വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു വിടുകയാണ് ചെയ്യണം.
അതൊന്നും ഒരു ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി ആയിട്ടാണ് അതെല്ലാം പബ്ലിഷ് ചെയ്യുന്നതും ടെലികാസ്റ്റ് ചെയ്യുന്നതൊക്കെ. സർ, ഈ പറയുന്നത് പോലെ വേറൊരു കാര്യം ഇപ്പോൾ തോന്നിയത്, നമ്മുടെ ഗവൺമെന്റ് ഇറാനെ ആക്രമിച്ചതിന് എതിരെ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അത് സാറും ഞാനും സംസാരിക്കുകയും ഉണ്ടായി. നമ്മുടെ ഒരു പ്രമുഖ മലയാളം മാധ്യമം പറഞ്ഞത് എന്താണ് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെയാണ് ഈ ഒരു വാർത്ത, അതായത് ഇങ്ങനെയൊരു ഇത് വരാനുള്ള സാധ്യതയുണ്ട്, എണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സാറ് പറഞ്ഞത് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മോദി സർക്കാരിനോട് വിരോധം തോന്നാനുള്ള ഒരു മാർഗം കൂടിയാവില്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം അഥവാ നമുക്കൊരു മുന്നറിയിപ്പ് നൽകണം എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം, യുദ്ധം ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വഴിതെളിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണശേഖരം 25 ദിവസത്തേക്കുണ്ടെന്നാണ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് 4 ആഴ്ച കൊണ്ടൊന്നും യുദ്ധം തീരില്ല, കുറേ അധികം 2 മാസം 1 മാസമോ 2 മാസമോ കൂടുതലായിട്ട് എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ കരുതിയിരിക്കണം എന്ന് പറയണതിൽ നമുക്ക് കുഴപ്പമില്ല. അത് നമ്മളെ ഈ ഒരു യുദ്ധം കൂടുതൽ നീണ്ടു നിൽക്കുമ്പോൾ അത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടാം ലോക മഹായുദ്ധത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് യുദ്ധം നടക്കുന്നത്. ആരൊക്കെ ആരോട് യുദ്ധം ചെയ്യണമെന്ന് നമുക്ക് തന്നെ ഇപ്പം വ്യക്തമല്ല. തുടങ്ങിയത് ഇസ്രായേലും അമേരിക്ക ഒരു വശത്തും ഇറാൻ വേറൊരു വശത്തുമായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ഇംഗ്ലണ്ട് ഇവിടേക്ക് സൈപ്രസിലേക്ക് കപ്പലയക്കുന്നു, ഗ്രീസ് മറ്റേ വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് അവരുടെ കപ്പലും യുദ്ധക്കപ്പലും അയച്ചിട്ടുണ്ട്. വന്ന് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ ശ്രീലങ്കൻ തീരത്ത് ഗല്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 150 കിലോമീറ്റർ 150 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് ഈ ഇറാൻ്റെ കപ്പൽ മുക്കിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ലോകത്ത് യുദ്ധം ഇല്ലാത്ത ഒരു പ്രദേശം എന്ന് പറയുന്നത് അമേരിക്കൻ ഐക്യനാടുകളും ദക്ഷിണ അമേരിക്കൻ കോണ്ടിനെൻറ്റുമാണ്. ബാക്കി എല്ലായിടത്തും യുദ്ധം. യൂറോപ്പിലുണ്ട്, ഏഷ്യയിലുണ്ട്. ഏഷ്യയിലാണല്ലോ യുദ്ധം നടക്കണം. പശ്ചിമേഷ്യയിലുണ്ട് യുദ്ധം. ഇത് ആഫ്രിക്കയിലേക്ക് പടർന്നു പിടിക്കാൻ അധികം താമസമൊന്നും വേണ്ടി വരില്ല. പ്രത്യേകിച്ചും ഈ ഹോർമസ് സ്ട്രെയിറ്റ് അവർ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇന്നലെ CNN ഒരു വാർത്ത കണ്ടു, എണ്ണവിലയിൽ 5% വർധനവ് വരാൻ സാധ്യതയുണ്ട്. ബാരലിന് 5% വർധനവ് വരാൻ സാധ്യതയുണ്ട്. ക്വൈറ്റ് നാച്ചുറൽ. കാരണം ഹോർമസ് സ്ട്രെയിറ്റിൽ 250ഓളം കപ്പലുകളാണ് എണ്ണയും വഹിച്ചുകൊണ്ട് അവിടെ കാത്തുകെട്ടി കിടക്കുന്നത്. അവിടെ സ്റ്റക്കായി പോയിരിക്കുകയാണ് അവർ, ഈ ഹോർമസ് സ്ട്രെയിറ്റ് അടച്ചത് കാരണം. ഇപ്പോൾ അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ദക്ഷിണാഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റിയിട്ട് വേണം വരും. ചുറ്റിവിട്ട് വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 60% വർധനവ് വരും, ട്രാൻസ്പോർട്ടേഷൻ ചാർജിൽ. സോ നാച്ചുറലി പെട്രോളിയത്തിൻ്റെ വിലയിൽ അത് പ്രതിഫലിക്കും. അങ്ങനെ ഒരു സാധ്യത വരാം. പക്ഷേ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ആശങ്കയ്ക്ക് ഉള്ള വകയില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ സുരക്ഷിതരാണ്. ഈ യുദ്ധകാലത്ത് എപ്പോഴും ഉണ്ടാവുമല്ലോ, എന്ത് വാർത്ത വേണമെങ്കിലും പഠിച്ചുകൂടെ ആൾക്കാർ വിശ്വസിച്ചോളും. ഇപ്പം പണ്ട് ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ ആര് പറഞ്ഞു കൊച്ചിയിൽ ബോംബ് കൊണ്ടിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പരത്തിയ ആൾക്കാരാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, പാകിസ്ഥാന് കൊച്ചിയിൽ വരെ വന്ന് ബോംബിടാനായിട്ടുള്ള കേപ്പബിലിറ്റി പാകിസ്ഥാനുണ്ടോ? അത് നമ്മൾ ആലോചിക്കണം. സാധാരണക്കാരൻ അത് ആലോചിക്കില്ല, അവർ വിശ്വസിക്കും. ഇപ്പോൾ റൂമർ പറഞ്ഞ് പരത്താവുന്ന ഏറ്റവും നല്ല സാഹചര്യമാണ് ഈ അടിയന്തര സാഹചര്യം, യുദ്ധം നടക്കുമ്പോഴും അതുപോലെ വലിയ മഹാമാരിയൊക്കെ വരുമ്പോഴൊക്കെ. അത് ആ രീതിയിലേക്ക് ഞാനിതിനെ കാണുന്നുള്ളൂ.